ശങ്കർ, ഇതിനിടെ KSU പ്രവർത്തകർക്കും പരുക്കേൽക്കുന്നത് നമ്മൾ കണ്ടു. KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അലോഷ്യസ് സേവ്യർ ചികിത്സ തേടി. കൂടാതെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് CITU പ്രവർത്തകർ ഇതിനിടയിൽ കടന്നു കയറി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പമാണ് ജയശങ്കർ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് അലോഷ്യസ് സേവ്യറിന് പറയാനുള്ളത്? അനുജ, ജനറൽ ഹോസ്പിറ്റലിലാണ് ഞാനുള്ളത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. പോലീസ് നടപടി എങ്ങനെയാണ് പറയുന്നത്? എന്താണ്? അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് കേരള പോലീസ് അഴിച്ചുവിട്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായി സമരത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ വളഞ്ഞിട്ട് ഉള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. നമ്മളിത് കേരള പോലീസിൻ്റെ സമരങ്ങളോടുള്ള ഇരട്ടത്താപ്പായി നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം SFI സമരം ചെയ്തപ്പോൾ SFI പ്രവർത്തകരെ, SFI നേതൃത്വത്തെ താലോലിക്കുകയും തലോടുകയും ചെയ്യുന്ന കേരള പോലീസ് ഇന്ന് വളരെ സമാധാനപരമായി ഞങ്ങൾ കടന്നു വന്ന ഞങ്ങളുടെ സമരമാർഗത്തെ അടിച്ചൊതുക്കുന്ന, വളഞ്ഞിട്ട് KSUവിൻ്റെ സഹപ്രവർത്തകരുടെ നിരവധിയായിട്ടുള്ള ആളുകളുടെ തലയ്ക്ക് അതിഭീകരമായിട്ടുള്ള പരിക്കുകളാണ് ഏൽക്കേണ്ടി വന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ചിൽ പോലീസ് വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ചിരുന്നില്ല. ആരെയും ലാത്തിച്ചാർജൊന്നും വലിയ ഇതിലൊന്നും കടന്നില്ല. പക്ഷേ ഇന്ന് അതിനുള്ള ഒരു മറുപടി കൂടിയാണോ പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇത് SFIയുടെയും SFI സമരം ചെയ്യുമ്പോൾ അതിനെ അടിച്ചമർത്താതെ താലോലിക്കുന്ന കേരള പോലീസ് KSU സമരം ചെയ്യുമ്പോൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ സമരം തുടങ്ങി 5 മിനിറ്റിനകം തന്നെ അതിഭീകരമായിട്ടുള്ള രീതിയിലേക്കുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇതിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമരത്തെ ഇങ്ങനെ നിങ്ങൾ ലാത്തി കൊണ്ടും തോക്കുകൾ കൊണ്ടും ഈ സമരവീര്യത്തെ ചോർത്താമെന്ന് കേരള പോലീസ് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ശക്തമായിട്ടുള്ള പ്രതിരോധവും സമര പോരാട്ടങ്ങളുമായിട്ട് KSU മുന്നോട്ട് പോകും. ഈ മുഖ്യമന്ത്രി പറയുന്നത് യുവജന സംഘടനകൾ സതീശൻ്റെ ഒക്കെ പ്രഖ്യാപനം പോലെ കലാപശ്രമം നടത്തുന്നു എന്നാണ്. അതിനെന്താണ് പറയാനുള്ളത് മറുപടി? വളരെ ഇന്നത്തെ സമരം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം. ഞങ്ങൾ വരുന്നു സമരവുമായി. സമര ഉദ്ഘാടനം കഴിഞ്ഞ് 2 മിനിറ്റിനകം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞ് ഉടനെ തന്നെ അതിഭീകരമായിട്ട് പോലീസ് വളഞ്ഞിട്ടിട്ടുള്ള തരത്തിലേക്കുള്ള ആക്രമണങ്ങളാണ് ഇതിലേക്ക് അഴിച്ചുവിടുന്നത്. അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരത്തെ ഇത്തരത്തിൽ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം, എന്തെങ്കിലും ഒരു പ്രകോപനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കും. യാതൊരു പ്രകോപനം ഉണ്ടാവാതെ പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷമാണ് പിന്നെ പോലീസിനെതിരെ വീണ്ടും പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അനുജ, KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോലീസ് തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും പ്രവർത്തകർ ശ്രമിച്ചിരുന്നില്ല. അതിനുശേഷം പോലീസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചതിന് ശേഷമാണ് അവരുടെ ഭാഗത്തുനിന്നൊരു ചെറുത്തുനിൽപ്പുണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും KSU പ്രവർത്തകർ ആശുപത്രിയിലാണ്. അവരുടെ ചികിത്സ പുരോഗമിക്കുകയാണ്. അനുജ, അതാണ് KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ഇപ്പോൾ 24 പ്രതികരിച്ചത്.